നോമ്പ് നിർബന്ധമാകണമെങ്കിൽ അതിന് ചില നിബന്ധനകളും ഷറുത്തുകളൊക്കെ പറയുന്നുണ്ട്. അത് ഒന്നാമതായി മുസ്ലിങ്ങൾക്ക് മാത്രമേ നോമ്പ് നിർബന്ധമുള്ളൂ. മുസ്ലിങ്ങളല്ലാത്ത ആൾക്ക് നോമ്പ് നിർബന്ധമില്ല. മുസ്ലിങ്ങളല്ലാത്ത ആള് നോമ്പനുഷ്ഠിച്ചാൽ അത് നോമ്പായി അള്ളാഹു പരിഗണിക്കുന്നതും അല്ല. രണ്ടാമത് ബാല്യത, പ്രായപൂർത്തിയെത്തിയവർക്കാണ് നോമ്പ് നിർബന്ധം. പക്ഷെ കുട്ടികളെ നോമ്പ് അനുഷ്ഠിച്ച് ശീലിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ബുദ്ധിയുള്ള ആളാണ്. ബുദ്ധിയില്ലെങ്കിൽ അയാൾക്ക് നോമ്പ് നിർബന്ധമില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് ഖുദ്റത്തു അല സിയാം, നോമ്പിന് കഴിവുണ്ടാകണം. നോമ്പനുഷ്ഠിക്കാൻ കഴിവുള്ള ആൾക്ക് മാത്രമേ നോമ്പ് നിർബന്ധമുള്ളൂ. മറ്റൊന്നാണ് ഇഖാമത്തു ഫിൽ ബലദി, നാട്ടിൽ താമസിക്കുന്ന ആളായിരിക്കണം. യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ല. ഇത്തരം കാര്യങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫമൻകാന മിൻകും മരീദൻ ഔ അലാ സഫരി. ഞാനത് ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത്, നിങ്ങൾ ആരെങ്കിലും യാത്രയിലാണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും രോഗികളാണെങ്കിൽ, അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങൾ മറ്റു ദിവസം നഷ്ടപ്പെട്ടു പോയ നോമ്പ് എടുത്താൽ മതി എന്ന്. വലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ. അതുപോലെ രോഗികളായ ആൾക്കാർ, നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് ഫിദിയ നൽകാം. അങ്ങനെ ഒരു ഇളവ് കൂടി അല്ലാഹു തആല നൽകുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു തആല ചിലയിടങ്ങളിലൊക്കെ വിശ്വാസികൾക്ക് ചില ഇളവ് നൽകിയിട്ടുണ്ട്. ആ ഇളവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ യാത്രയിൽ ജംഅ്, ഖസ്ർ അഥവാ 4 റക്അത്തുള്ളത് 2 ആക്കിയിട്ടും ചില നമസ്കാരങ്ങൾ ഒന്നിച്ചു നമസ്കരിക്കാനുള്ള ഒരു അവസരം അല്ലാഹു നൽകുന്നുണ്ട്. യാത്രയിൽ സുന്നത്ത് നമസ്കാരം, സുന്നത്തില്ല എന്നുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ റുഖ്സകൾ എന്ന് അറബി പറയും, അഥവാ ചില ഇളവുകൾ, അത് ഉപയോഗപ്പെടുത്താനും നമ്മൾ തയ്യാറാകണം. ഞാൻ ഒരു ക്ലാസിന്റെ ആവശ്യാർത്ഥം ഒരു ഹദീസ് വായിച്ചപ്പോൾ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കണ്ടു. അതായത് അല്ലാഹു തആല നൽകിയ ആ ഇളവുകൾ ഉപയോഗപ്പെടുത്തലാണ് അല്ലാഹുവിന് ഇഷ്ടം. അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യൽ അല്ലാഹുവിന് വെറുപ്പായതുപോലെ ഉപയോഗപ്പെടുത്ത ആ ഇളവുകൾ ഉപയോഗപ്പെടുത്തതാണ് അല്ലാഹുവിന് ഇഷ്ടമെന്ന്. അപ്പോ സാന്ദർഭികമായി ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്, അത്തരം ഇളവുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, കഷ്ടത അനുഭവിക്കേണ്ടതില്ല എന്ന്. നിങ്ങൾ നോക്ക്, രോഗിക്ക് ഫിദിയ നൽകണമെന്ന് അല്ലാഹു തആല, രോഗിയായ ഒരാള് നോമ്പനുഷ്ഠിക്കേണ്ടതില്ല, അയാൾ ഫിദിയ നൽകണം. ഏത് രോഗിയാണ് ആ ഫിദിയ നൽകേണ്ടത്? ലാ യുർജാ ശിഫാഉഹു എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. അതായത് സുഖം പ്രാപിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത ആളാണ് ഫിദിയ നൽകേണ്ടത്. ആ ഫിദിയ എന്താണ് നൽകേണ്ടത്? പലപ്പോഴും പലരും അഭിപ്രായം ചോദിക്കാറുണ്ട്, ഫിദിയക്ക് പകരം ഖീമത്ത് നൽകിയാൽ മതിയോ, അതായത് അതിന്റെ വില നൽകിയാൽ മതിയോ എന്നോ. ഇതിനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് വിശാലമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. വില നൽകിയാൽ മതിയോ എന്നുള്ളതിനെ സംബന്ധിച്ച് വിശാലമായ ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിൽ നടത്തിയപ്പോൾ പണ്ഡിതന്മാരിൽ നിന്ന് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് പോരാ, വില നൽകിയാൽ പോരാ എന്ന് തന്നെയാണ്. ത്വാഅ് തന്നെ, ഭക്ഷണം തന്നെ നൽകണം. അതാണ് പടച്ചോൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോ നമ്മൾ ഫിദിയ നൽകുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ തുക നൽകിയാൽ പോരാ, മറിച്ച് അതിൻ്റെ ആ ഭക്ഷണം തന്നെ നൽകണം. ഈ ഭക്ഷണം നൽകുന്നിടത്ത് നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. ചിലര് ഒരു മുദ്ദ് കൊടുത്താൽ തൻ്റെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുമെന്ന് പറഞ്ഞവർ പണ്ഡിതന്മാരെ കാണാം. എന്നാൽ അല്ലാഹു തആല പറഞ്ഞത് അങ്ങനെയല്ല. അല്ലാഹു തആല പറഞ്ഞത് മിസ്കീനുള്ള ഭക്ഷണം നൽകണം എന്നതാണ്. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഫിദിയ നൽകണം എന്ന് പറഞ്ഞെടുത്ത് ത്വാഅമു മിസ്കീൻ, മിസ്കീനുള്ള ഭക്ഷണം നൽകണം എന്നതാണ്. നമ്മൾ ഒരാളോട്, പണ്ഡിത ലോകത്ത് ചർച്ചയുള്ള വിഷയങ്ങളാണത്,
പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകൾ ചെയ്യുമ്പോൾ അവർ പറയുന്ന ചില ന്യായങ്ങളുണ്ട്. ഒരാളോട് ഫുഡ് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞാൽ ആ ചോറ് തിന്നോ എന്ന് മാത്രമല്ല, അതിന്റെ കൂടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഫുഡിന്റെ പരിധിയിൽ പെടുന്നത് പോലെ ത്വാമു മിസ്കീൻ എന്ന് പറഞ്ഞെടുത്ത് ആ ഫുഡിന്റെ പരിധിയിൽ പെടുന്ന ആ വസ്തുക്കളൊക്കെ പെടും. അതുകൊണ്ട് കേവലം ഒരരി കൊടുത്തത് കൊണ്ട് മാത്രം പോരാ, ഒരു നേരത്തെ ഭക്ഷണത്തിന് ആവശ്യമായ വസ്തുക്കളെല്ലാം കൊടുക്കണം. അതും അതിന്റെ വില നൽകിയാൽ പോരാ എന്നാണ് ബഹുഭൂരിഭാഗ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അവരതിന് തെളിവായിട്ട് പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത അതാണ്. മറ്റൊരു കാര്യം, നോമ്പുമായി നമ്മൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട്, വെള്ളം കുടിക്കുന്നത് കൊണ്ട്, ഉണ്ടാക്കി ഛർദ്ദിക്കുന്നത് കൊണ്ട്, കേവലം ഛർദ്ദിക്കുന്നത് കൊണ്ടല്ല, തൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട്, നമ്മൾ പറയും വായിൽ കൈയിട്ട് ഛർദ്ദിക്കുക എന്നൊക്കെ പറയും, അങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ട് ഒരാൾ ഛർദ്ദിച്ചാല്, അതുപോലെ ഇസ്ലാമിൽ നിന്നൊരാൾ പുറത്തു പോകുന്നതോടുകൂടെ, അതുപോലെ സെക്സിൽ ഏർപ്പെടുന്നത് കൊണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടെല്ലാം നോമ്പ് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സെക്സിൽ ഏർപ്പെടുമ്പോൾ അത് റമദാനിന്റെ രാത്രി നിഷിദ്ധമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് അനുവദനീയമാണ്. പക്ഷേ പലരും അങ്ങനെയാണ് ധരിച്ചത്. അങ്ങനെയില്ല. അതുപോലെ തന്നെ നിർബന്ധമായ കുളി നിർവഹിക്കുന്നത് സുബഹിക്കിന്റെ ശേഷം നിർവഹിക്കുന്നതിന്റെ കുഴപ്പമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കുക, സെക്സ് ചെയ്തുകൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടു പോയാലുള്ള കഫാറത്ത്, പ്രായശ്ചിത്തം, അത് വലിയ തെറ്റാണ്. നോമ്പിന്റെ പകലിൽ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ അല്ലാഹു പറഞ്ഞെടുത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അങ്ങനെ ചെയ്തു പോയാൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് നിങ്ങൾ ഒരു അടിമയെ മോചിപ്പിക്കണം എന്നാണ്. ഒരു അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സാമ്പത്തിക നഷ്ടം വലുതാണ്. ഇനി അതിന് കഴിയില്ലെങ്കിൽ സിയാമു ശഹ്റൈനി മുതതാബിഅൈനി, തുടർച്ചയായിട്ട് 2 മാസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. ഒരു ദിവസത്തെ നോമ്പ് ലൈംഗികത കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ തുടർച്ചയായിക്കൊണ്ട് 2 മാസം നോമ്പനുഷ്ഠിക്കണം. 60 ദിവസം നോമ്പനുഷ്ഠിക്കണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇനി 59 ദിവസം നോമ്പനുഷ്ഠിച്ചിട്ട് ഒരു ദിവസം നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് മുഴുവനും ക്യാൻസലായി, വീണ്ടും തുടങ്ങണം 1 മുതൽ. അതാണ് അതിന്റെ പനിഷ്മെന്റ് അല്ലാഹു തആല നമുക്ക് നൽകിയത്. അതുപോലെ അതിന് കഴിയാത്ത ആളോട് പറയുന്നത് 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകണം എന്നതാണ്. അപ്പൊ അത് വലിയ തെറ്റാണ്, കുറ്റമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിന്റെ കഫാറത്ത് ഇതാണെന്ന് നമ്മൾ അറിയുക. അതുപോലെ നോമ്പ് മുറിയുന്ന കാര്യവുമായി പൊതുസമൂഹത്തിൽ പൊതുവേ ഉള്ള തെറ്റിദ്ധാരണകളുണ്ട്. എന്തൊക്കെ കൊണ്ട് നോമ്പ് മുറിയും, നോമ്പ് ഞാനീ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നോമ്പ്, ഇതുകൊണ്ടെല്ലാം നോമ്പ് മുറിയും. അതിന്റെ പുറമെ ഉള്ള തെറ്റിദ്ധാരണയാണ് കണ്ണിൽ മരുന്നിട്ടിച്ചാൽ നോമ്പ് മുറിയുമോ എന്ന്. ഇല്ല, പണ്ഡിത ലോകം ചർച്ച ചെയ്ത വിഷയമാണത്. അതുപോലെ ചെവിയിൽ മരുന്നിട്ടിച്ചാൽ നോമ്പ് മുറിയുമോ? ഇല്ല, അതും പണ്ഡിത ലോകം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും നോമ്പ് മുറിയുന്നതല്ല. എന്തുകൊണ്ടാണത് അങ്ങനെ പറയാനുള്ള കാരണം, ഈ 2 ദ്വാരങ്ങളിൽ കൂടിയും മനുഷ്യന് ഉള്ളിലേക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. നമുക്കറിയാമല്ലോ, ഒരാള് രോഗിയായി അയാൾക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഡോക്ടർമാർ സ്വീകരിക്കുന്ന 2ാമത്തെ മാർഗമാണ് മൂക്കിൽ ക്യൂടുക എന്നത്. അതിലെ കൂടി വെള്ളവും ഉള്ളിലേക്ക് കൊടുക്കാൻ കഴിയും. അതല്ലാത്ത 3ാമൊരു മാർഗം സ്വീകരിക്കാനല്ല, പുതിയൊരു മാർഗം സ്വീകരിക്കാനാണ് ഉണ്ടാകാറ്. അത് പുതിയ ഓൾസുകൾ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ 2 ഓൾസുകളിൽ കൂടി, 2 ദ്വാരങ്ങളിൽ കൂടി മാത്രമേ ഉള്ളിലേക്ക് വെള്ളം എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് നോമ്പ് മുറിയുന്നത്. മറിച്ച് കണ്ണിലോ ചെവിയിലോ മരുന്നിറ്റിച്ചാൽ നോമ്പ് മുറിയുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ, പലരും പല അഭിപ്രായങ്ങളും നോമ്പനുഷ്ഠിച്ച് നോമ്പോടനുബന്ധിച്ച് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് സംസാരിക്കുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. തൻ്റെ ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാബിൽ പോയി രക്തം എടുക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. അതുപോലെ തന്നെ
ഡ്രിപ്പ് കുത്തുന്നത്, അതെവിടെ രണ്ട് രീതിയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ആ ഗ്ലൂക്കോസ് കയറ്റുന്നത് അത് ഇഞ്ചക്ഷനായിട്ട് അടിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, മറിച്ച് അത് തൻ്റെ ശരീരത്തിലേക്ക് ഒരു ഇതിനുവേണ്ടി ഒരു ക്ഷീണം തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു കേവലം വെള്ളമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് നോമ്പ് മുറിയും എന്ന് പറയുന്നുണ്ട്. അതായത് അത് ഇഞ്ചക്ഷന്റെ പരിധിയിൽപ്പെട്ടതല്ല എന്ന് ഇതൊക്കെ പണ്ഡിത ലോകം ചർച്ച ചെയ്ത കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പോഷകം നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെങ്കിൽ, ഊർജം നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെങ്കിൽ ആ ഡ്രിപ്പെങ്കിൽ നോമ്പ് മുറിയും എന്നതാണ് പണ്ഡിത ലോകം ചർച്ച ചെയ്തത്.